ചിലപ്പോൾ നല്ല ഹിറ്റായ സിനിമകളുടെ ഭാഗമാകാൻ എനിക്ക് പറ്റിയിട്ടൊന്നുമില്ല. ഈ പത്തേമാരി പോലുള്ള സിനിമകൾ മാസ്റ്റേഴ്സിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പത്തേമാരിയിൽ നല്ലൊരു ക്യാരക്ടർ സലീം ഖാൻ എനിക്ക് തന്നായിരുന്നു. അത് സലീം ഖാനൊക്കെ പണ്ട് പോലെയുള്ള ബന്ധമായിരുന്നു. ഒരുപാട് സ്റ്റേജ് ഷോസൊക്കെ സലീം ഖാൻ ഡയറക്റ്റ് ചെയ്യുന്ന സ്ക്രിപ്റ്റ് എഴുതുക. ഞാനിപ്പോൾ എപ്പോഴും ആലോചിക്കും പുള്ളി എങ്ങനെയാണ് കോമഡി എഴുതുന്ന മനുഷ്യൻ എങ്ങനെയാണ് ഇത്രയും സീരിയസ് ആയിട്ടുള്ള പടങ്ങൾ എഴുതുന്നത്. പത്തേമാരി ആ മനസ്സിൽ പോകുന്നില്ല. അത് ആ പത്തേമാരുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഞാനന്ന് കൊടുങ്ങല്ലൂർ ആ പടം കണ്ടേ. അപ്പോൾ എൻ്റെ വൈഫ് പ്രസവിച്ചിട്ട് നിൽക്കുകയാണ്. മക്കൾ 2 പേരുണ്ട്, ട്വിൻസായിരുന്നു. അപ്പം ഞാൻ മക്കള് 6-ാം തീയതി മക്കള് റിലീസായി, 9-ാം തീയതി പത്തേമാരി റിലീസായി. അപ്പോൾ ഞാൻ തിയേറ്ററിൽ വന്ന് കണ്ടിട്ട് അന്ന് ആരും ഇല്ല, തിയേറ്ററിൽ ആരും ഇല്ല. ഏത് കാണാൻ ആൾക്കാരുണ്ടോ, സിനിമ സംബന്ധമായിട്ടുള്ള ആരുമില്ല. പക്ഷെ ഇറങ്ങിയപ്പം ലാസ്റ്റ് ഞാൻ ചോദിക്കുന്ന ഒരു കുറച്ച് ഇൻ്റർവ്യൂ പോലെയാണല്ലോ എൻ്റെ ക്യാരക്ടർ വരുന്നത്, ചാനലിൻ്റെ ഒരാളെ പോലെയാണ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവരെന്നെയാണ് കെട്ടിപ്പിടിച്ചു പറയും, ഇത് ഞങ്ങൾ ചോദിക്കേണ്ട ചോദ്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞൊരു ഫീൽ ഉണ്ടായിരുന്നു. സത്യം കണക്ട് ചെയ്ത് ഗൾഫിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ 10 ദിവസം താമസിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം ഫീൽ ചെയ്യുന്നൊരു പടമായിരുന്നു പത്തേ. അത് അങ്ങനത്തെ കുറേ നല്ല പടങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പുതിയ പടം ഇപ്പം പഴയ നിയമം എന്ന് പറഞ്ഞൊരു പടം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മമ്മൂക്കയുടെ കൂടെ പത്തേമാരിൽ അഭിനയിച്ച കാര്യം പറഞ്ഞു, എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു, നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് മമ്മൂക്ക ലാലേട്ടൻ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ കൂടെ അഭിനയിക്കുക എന്ന് പറയുന്നത്. എൻ്റെ മാഷേ ഉള്ള കാര്യം ഉള്ളപോലെ പറയാലോ. സലീംക്ക് ഞാൻ ദുബൈയിലുണ്ടായിരുന്നു, ഫാമിലി ദുബൈയിലാണ്, വൈഫ് ഒക്കെ. അപ്പം ഞാൻ അവിടെ നിൽക്കുമ്പോഴാണ് ദുബൈയിലേക്ക് വരുന്നുണ്ട്, ഷൂട്ട് അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാം നേരത്തെ പറഞ്ഞിരുന്നു. ഒരു ദിവസം രാത്രി എന്നെ വിളിച്ചിട്ട് പറയുന്നു, ഞങ്ങൾ ദുബൈയിലുണ്ട്, നാളെ രാവിലെ നിൻ്റെ സീന എടുക്കുന്നത് ഫസ്റ്റ് 7 മണിക്കാണ്, നിന്നടുത്ത് വരണം പറഞ്ഞു. അപ്പം മമ്മൂക്കായിട്ട് കോമ്പിനേഷൻ എന്ന് പറഞ്ഞ് അപ്പൊ തന്നെ ഇങ്ങനെ ഈ നമ്മൾ ഈ പോകത്തില്ല, മറ്റേ എന്താ പറയാ എയർ പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ഫുള്ള് ഡൗൺ ആയെന്ന് വെച്ചാല് അത് അങ്ങനെ ആയിപ്പോയി. കാരണം മമ്മൂക്കായിട്ട് രാവിലെ അഭിനയിക്കണം എന്ന് പറയുമ്പോഴേ, അല്ലെങ്കിൽ ഒരു 2 ദിവസം കഴിഞ്ഞാണെങ്കിൽ നമ്മള് രാത്രി ഞാൻ കിടന്നിട്ട് വൈഫിനോട് വിളിച്ചു, നിങ്ങൾ എന്താ ഉറങ്ങാത്തതെന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു, ഇല്ലടി നാളെ എന്താ എടുക്കാൻ പോകുന്നത്. കാരണം സലീംക്കാട് ചോദിക്കാൻ പറ്റത്തില്ല, മമ്മൂക്കായിട്ട് ഞാൻ എന്താ എടുക്കുന്നത് നമുക്ക് ചോദിക്കാൻ പറ്റുമോ, അങ്ങനെ മാനസികാവസ്ഥയിലല്ലോ. രാത്രി കിടന്ന് തിരിഞ്ഞു കിടക്കുന്നു, മറിഞ്ഞു കിടക്കുന്നു, ഇങ്ങനെ കിടക്കുന്നു, വെളുക്ക വരേക്കും. സാധാരണ നമ്മൾ ഈ മമ്മൂക്കാടോട് അഭിനയിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത്രയും നല്ല ഒരു എന്താ പറയുക പേഴ്സണാലിറ്റിയുള്ള ഒരു മനുഷ്യനോട് അഭിനയിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും കൂടെ നിൽക്കാൻ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ. അപ്പം സാധാരണ ഉറങ്ങിയാലല്ല നമ്മൾ മുഖം നന്നാവുള്ളൂ. ഇത് ഉറക്കം കിട്ടിയില്ലെന്നേ. വെളുപ്പിന് 4 മണിക്ക് എങ്ങാണ്ട് ഇച്ചിരി അറിയാതെ ഉറങ്ങിപ്പോയപ്പോഴേക്കും 6 മണിക്ക് പുള്ളിക്കാരി തന്നെ വൈഫിനെ തന്നെ വിളിച്ച് എഴുന്നേക്ക് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. പിന്നെ അതൊക്കെ ഒരു റിലേ കട്ടായ പോലെ തോന്നി. നേരെ പോയി അവിടെ പോയിട്ട് അഭിനയിക്കും. ഇപ്പം റീടേക്ക് വന്നായിരുന്നല്ലോ. ഈ റീടേക്ക് വരുമെന്നുള്ള പേടിയുള്ളപ്പോഴാണ് റീടേക്ക് വരുന്നത്, അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അത് പിന്നീട് മനസ്സിലായത്, നമുക്ക് അറിയാലോ. ഈ അവിടെ ചെന്ന് നിന്ന് കുറച്ച് പേരൊക്കെ നിന്നിട്ട് മമ്മൂക്കാർക്ക് പകരമായിട്ട് മമ്മൂക്കയുടെ ഹൈറ്റിൽ ഒരാളുണ്ട് എപ്പോഴും പ്രാക്ടീസ് ചെയ്യാൻ, റിഹേഴ്സൽ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ ഡയലോഗ്, എനിക്ക് ഒരുപാട് ഡയലോഗ് ഉണ്ടായിരുന്നു. ആ ഡയലോഗ് എല്ലാം പറഞ്ഞ് ആംഗിളൊക്കെ ചെക്ക് ചെയ്ത് ലൈറ്റും ഒക്കെ നോക്കി എല്ലാം കഴിഞ്ഞ് എല്ലാം ഫുൾ ഫൈനലായി കഴിഞ്ഞപ്പോൾ ഒരു പിൻ ഡ്രോപ്പ് സൈലന്റ്. ഓ അതേ വരുന്നുണ്ടോ. തൊട്ടപ്പുറത്തെ മുറിയിലുണ്ടായിരുന്നേ. ഞാൻ നേരെ അവിടുന്ന് ഇങ്ങോട്ട് വന്ന്, അവനെ എന്തുകൊണ്ട് സുഖമാണോ? കാരണം വേറൊന്നുമല്ല, എനിക്ക് മമ്മൂക്കായിട്ട് പേഴ്സണലി അറിയത്തില്ലെങ്കിലും മമ്മൂക്കായിട്ടൊരു ബന്ധം എന്ന് വെച്ചാൽ ഈ ചെമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് മമ്മൂക്കയുടെ വീട് നേരെ ഫ്രണ്ടാണ് എൻ്റെ അച്ഛൻ്റെ 2ാമത്തെ പെങ്ങളുടെ വീട്. അപ്പൊ ചെറുപ്പകാലത്ത് ഞാൻ അവിടെ പോയി നിൽക്കുമ്പോൾ ദുൽഖറും പിള്ളേരെ മോളും ഒക്കെ ഉണ്ടല്ലോ, അവർക്ക് ഇങ്ങനെ ഇറങ്ങി അവിടെ പോകുന്നത് കാണാം. മമ്മൂക്കയുടെ മക്കളാന്ന് പറയുമ്പോൾ മമ്മൂക്കായെ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ഈ വീടുമായിട്ട് നല്ലൊരു റിലേഷൻ ഉണ്ട്, ഫാമിലിയായിട്ട് എല്ലാ കാര്യത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ടടുത്താണ്. അപ്പോൾ അതുകൊണ്ട് ഒരിതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെമ്പിലുള്ള റംലയുടെ ആങ്ങളുടെ മോനാന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയാം മോനെ എന്നൊക്കെ ചോദിച്ചിട്ട്, മുഹമ്മദ് ഹസ്ബൻഡിൻ്റെ മാമയുടെ പേര് ഇത് മുഹമ്മദ് എന്നാണ്. അപ്പം എനിക്കറിയാം, എന്തുകൊണ്ട് ശേഷം എന്നൊക്കെ ചോദിച്ചു, എല്ലാം സെറ്റ് ചെയ്തു. പിന്നെ ഇങ്ങനെ നിൽക്കുക, ഞാൻ സിംഗാൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഡയലോഗ് വന്നിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞ രീതി ഡയറക്ടർക്ക് ഇഷ്ടപ്പെട്ടില്ല. 2ാമത്തെ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും വന്നപ്പോഴേക്കും ഒന്നുകൂടെ വേണം എന്ന് പറഞ്ഞപ്പോഴേക്കും മമ്മൂക്കാരനെ എടുത്തിട്ട്, എന്താ കുഴപ്പം, ഇങ്ങനെ പേപ്പർ എടുത്തിട്ട് പഠിച്ചു, ഓക്കെ ഇത്ര മതി, ശരി
പേപ്പറും കൊടുത്തു. പിന്നെ ഞാൻ പറഞ്ഞു സെറ്റായി. ഓക്കെ, അങ്ങനെ ആ അതായിരുന്നു ടൈമില് set മിഡ് ചെയ്ത്. എടുത്തത്. മിഡ് എടുത്ത് അങ്ങനെയായിരുന്നു. പിന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സജഷൻസ് എടുത്തപ്പോഴേക്കും പിന്നെ മമ്മൂക്കായും നിന്നു, ഞാൻ നിന്നു. പിന്നെ ചെറിയ ചെറിയ സാധനങ്ങളായിരുന്നു. പിന്നെ ഒരു കോൺഫിഡൻസ് തോന്നി. അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചു. പക്ഷെ ഇതെന്താ സംഭവം നമുക്ക് അപ്പോഴും അറിയില്ലല്ലോ. ഫുൾ കഥ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഇല്ല. ചെറിയൊരു ക്യാരക്ടർ ചെയ്യാൻ ചെല്ലുമ്പോൾ നമ്മൾ ചോദിക്കാൻ പോകുന്നത് അങ്ങനെ അന്നൊന്നും ചോദിക്കും. പിന്നെ ഈ സിനിമ ഇറങ്ങിയപ്പോഴാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ ഒരു ഇതെന്ന് നമ്മൾ മനസ്സിലാകുന്നില്ലേ. നമുക്ക് തന്നെ ഫീൽ ചെയ്യും. തൊട്ടടുത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് വല്ലാണ്ട് ഞാൻ ആ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ സലീം കുമാർ മറ്റേ ഏത് സിനിമയിലോ മറ്റേ ഉദയനാണ് താരത്തെ നോക്കുന്നില്ല, ഞാനാ ചോദിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഈ അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ജനങ്ങൾ ഇറങ്ങിപ്പോകുന്ന ആ ഒരു ഫീലായിരുന്നു ഭയങ്കരമായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു സലീംക്കായ ഒരു ദിവസം ഞാൻ എറണാകുളത്ത് വന്ന്, ഞങ്ങൾ എറണാകുളത്തുണ്ടായിരുന്നു കൊണ്ട് എങ്ങനെയുണ്ടാ നന്നായില്ലേ? ഞാൻ പറഞ്ഞു നന്നായിട്ടുണ്ട്. അത് പിന്നെ സലീംക്കാട് പണ്ട് പോലെ ഒരു ബന്ധമുണ്ട്. ഒരു സലീംക്ക, BC നൗഫല് ഡയറക്ടർ ഇല്ലേ, നമ്മുടെ ഒരു യമണ്ടൻ പ്രേമകഥ എടുത്ത ഡയറക്ടർ. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഞങ്ങളെല്ലാം കൂടെ പണ്ട് തില്ലാനെന്ന് പറഞ്ഞിട്ട് സൂര്യ TV ഒരു ഡാൻസിന്റെ ഷോ ചെയ്തിരുന്നു. അന്ന് പോലുള്ള ബന്ധമാണ്. അതുകൊണ്ട് അറിയാൻ പറ്റും ഓക്കെ ആണോടാ എന്നുള്ളൊരു ഇതുണ്ട്. നമ്മളോട് പറഞ്ഞാൽ ചെയ്യുന്നൊരു രീതിയുണ്ട്. പക്ഷെ അങ്ങനത്തെ ബന്ധങ്ങളുള്ള പടങ്ങളൊക്കെ എനിക്ക് സിനിമയിൽ കിട്ടിയിട്ടുണ്ട്. വിളിക്കാറുണ്ട് കേട്ടോ, കിട്ടാറില്ലെന്നുള്ളൂ.